തിരമാലകൾ മാത്രമല്ല ഉയരുന്നത്, ലോകശക്തികളുടെ ആശങ്കകളും ഉയരും. ചില കപ്പലുകൾ വെറും ഇരുമ്പും ഉരുക്കും കൊണ്ടുള്ള യന്ത്രങ്ങളാണ്. എന്നാൽ ചിലത് ഒരു രാജ്യത്തിന്റെ ശക്തിയുടെ പ്രഖ്യാപനവും എതിരാളികൾക്കുള്ള നിശബ്ദ മുന്നറിയിപ്പുമാണ്. അത്തരത്തിലുള്ളൊരു സമുദ്ര രാക്ഷസനാണ് റഷ്യയുടെ അഡ്മിറൽ നഖീമോവ്. വർഷങ്ങളോളം നിശബ്ദമായി തുറമുഖത്ത് കിടന്നിരുന്ന ഈ ആണവ ഭീമൻ വീണ്ടും കടലിലേക്ക് മടങ്ങുമ്പോൾ അതൊരു യുദ്ധക്കപ്പലിന്റെ തിരിച്ചുവരവ് മാത്രമല്ല, മറിച്ച് റഷ്യ ലോകത്തോട് പറയുന്ന പുതിയ ശക്തി പ്രഖ്യാപനമാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ, ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അതിശക്തമായ പ്രൊപ്പൽഷൻ സംവിധാനം, നൂറുകണക്കിന് മിസൈലുകൾ വഹിക്കാനുള്ള ശേഷി, അത്യാധുനിക റഡാറുകൾ, വായുവിലെയും കടലിലെയും ഭീഷണികളെ ഒരേ സമയം നേരിടുന്ന പ്രതിരോധ കവചം, ഇവയെല്ലാം ഒരൊറ്റ യുദ്ധക്കപ്പലിൽ ഒരുമിക്കുമ്പോൾ അത് വെറുമൊരു നാവികസേനയുടെ ഭാഗമല്ല, മറിച്ച് ഒഴുകി നടക്കുന്ന ഒരു കോട്ട തന്നെയാണത്. 3 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സോവിയറ്റ് കാലഘട്ടത്തിലെ ഈ യുദ്ധഭീമൻ വർഷങ്ങളുടെ ആധുനികവൽക്കരണത്തിന് ശേഷം വീണ്ടും റഷ്യൻ നാവികസേനയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആർട്ടിക് സമുദ്രം മുതൽ അറ്റ്ലാന്റിക് വരെ ശക്തി സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന പുതിയ അധ്യായത്തിനാണ് ലോകം സാക്ഷിയാകുന്നത്. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം റഷ്യയുടെ വടക്കൻ നാവികസേനയുടെ ആസ്ഥാനമായ സെർവോമോസ്കിലേക്ക് അടുത്തിടെ തിരിച്ചെത്തിയ അഡ്മിറൽ നഖീമോവ് മറ്റൊരു ഘട്ട കടൽ പരീക്ഷണങ്ങളും സാങ്കേതിക വിലയിരുത്തലുകളും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് തുറമുഖത്ത് എത്തിയത്. കടലിൽ വിവിധ യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച ആയുധ സംവിധാനങ്ങൾ, സെൻസറുകൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ, പ്രൊപ്പൽഷൻ സംവിധാനം, യുദ്ധനിയന്ത്രണ സോഫ്റ്റ്വെയർ എന്നിവയുടെ പ്രവർത്തനക്ഷമത വിശദമായി പരിശോധിച്ച ശേഷമാണ് കപ്പൽ മടങ്ങിയെത്തിയത്. അന്തിമ അംഗീകാര നടപടികൾ പൂർത്തിയാക്കുന്നതോടെ ഈ ഭീമൻ വീണ്ടും ഔദ്യോഗികമായി റഷ്യൻ നാവികസേനയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷ. 1988 സോവിയറ്റ് നാവികസേനയിൽ കമ്മീഷൻ ചെയ്ത അഡ്മിറൽ നഖീമോവ് അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഉപരിതല യുദ്ധക്കപ്പലുകളിൽ ഒന്നുതന്നെയായിരുന്നു. കിറോവ് ക്ലാസ് ആണവ യുദ്ധക്കപ്പലുകളുടെ ഭാഗമായി നിർമ്മിച്ച ഈ ക്രൂയിസർ ശീതയുദ്ധകാലത്ത് അമേരിക്കൻ വിമാനവാഹിനി യുദ്ധസംഘങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം 1990കളുടെ അവസാനത്തോടെ കപ്പൽ സജീവ സേവനത്തിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. വർഷങ്ങളോളം തുറമുഖത്ത് നിർജ്ജീവമായി കിടന്നിരുന്ന ഈ യുദ്ധക്കപ്പലിനെ പൂർണ്ണമായും നവീകരിച്ച് വീണ്ടും യുദ്ധസജ്ജമാക്കാൻ റഷ്യ 2014-15 കാലഘട്ടത്തിൽ സേവമാഷ് കപ്പൽശാലയിൽ വമ്പൻ പദ്ധതിക്ക് തുടക്കമിട്ടു. ഈ നവീകരണം ഒരു സാധാരണ അറ്റകുറ്റപ്പണിയായിരുന്നില്ല. കപ്പലിലെ പഴയ സോവിയറ്റ് കാലഘട്ട ആയുധ സംവിധാനങ്ങൾ, റഡാറുകൾ, ഇലക്ട്രോണിക് യുദ്ധ ഉപകരണങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ അധിഷ്ഠിത യുദ്ധനിയന്ത്രണ സംവിധാനം എന്നിവയെല്ലാം പുതിയ തലമുറ സാങ്കേതിക വിദ്യകളാൽ മാറ്റിസ്ഥാപിച്ചു. പഴയ യുദ്ധക്കപ്പലിന്റെ ചട്ടക്കൂടിനുള്ളിൽ ഒരു പുതിയ തലമുറ യുദ്ധ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അഡ്മിറൽ നഖീമോവിനെ പല പ്രതിരോധ വിദഗ്ധരും പുനർജനിച്ച യുദ്ധക്കപ്പൽ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ കപ്പലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ആക്രമണശേഷി തന്നെയാണ്. റഷ്യയുടെ അത്യാധുനിക 3M22 സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിക്കാൻ അഡ്മിറൽ നഖീമോവിനെ സജ്ജമാക്കിയിട്ടുണ്ട്. ശബ്ദവേഗത്തിന്റെ പല മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന സിർക്കോൺ മിസൈലുകൾ നിലവിലുള്ള പല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ വെല്ലുവിളി തന്നെയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പുറമെ കാലിബർ ക്രൂയിസ് മിസൈലുകളും മറ്റ് കൃത്യതയേറിയ ആക്രമണ മിസൈലുകളും കപ്പലിൽ നിന്ന് പ്രയോഗിക്കാനാകും. കരയിലുള്ള ലക്ഷ്യങ്ങൾ, ശത്രുവിന്റെ യുദ്ധക്കപ്പലുകൾ, പ്രധാന സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ദൂരപരിധിക്കപ്പുറത്ത് നിന്ന് തന്നെ ആക്രമിക്കാൻ ഈ ആയുധങ്ങൾ സഹായിക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 80 യൂണിവേഴ്സൽ വെർട്ടിക്കൽ ലോഞ്ച് സെല്ലുകളാണ് കപ്പലിൽ ഉള്ളത്. വ്യത്യസ്ത ദൗത്യങ്ങൾക്കനുസരിച്ച് വിവിധതരം മിസൈലുകൾ ഇതിലൂടെ വിന്യസിക്കാം. അതിനൊപ്പം 96 ദീർഘദൂര ഉപരിതല വായു മിസൈൽ ലോഞ്ചറുകളും കപ്പലിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ശത്രുവിന്റെ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ, മറ്റ് വ്യോമ ഭീഷണികൾ എന്നിവയെ പ്രതിരോധിക്കാൻ ഇതിന് കഴിയും. ഫോർട്ടം, പാൻസീറം തുടങ്ങിയ നവീകരിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കപ്പലിന്റെ സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതോടൊപ്പം പാക്കറ്റ് KN ആന്റി സബ്മറൈൻ, ആന്റി ടോർപിഡോ സംവിധാനങ്ങൾ ശത്രുവിന്റെ അന്തർവാഹിനികളിൽ നിന്നും ടോർപിഡോ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. അഡ്മിറൽ നഖീമോവിന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ ആണവോർജ്ജ പ്രൊപ്പോർഷൻ സംവിധാനമാണ്. ഇരട്ട KN3 ആണവ റിയാക്ടറുകളാണ് കപ്പലിന് കരുത്ത് പകരുന്നത്. പരമ്പരാഗത ഡീസൽ അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ എഞ്ചിനുകളെ പോലെ ഇടയ്ക്കിടെ ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ മാസങ്ങളോളം ദൂരക്കടലുകളിൽ വിന്യസിക്കപ്പെടുത്താൻ ഈ കപ്പലിന് കഴിയും. ഏകദേശം 28,000 ടൺ പൂർണ്ണഭാരമുള്ള ഈ യുദ്ധക്കപ്പൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഉപരിതല യുദ്ധക്കപ്പലുകളിൽ ഒന്നുതന്നെയാണ്. വലിപ്പം മാത്രമല്ല, ദീർഘകാല പ്രവർത്തനശേഷിയും അതിനെ പ്രത്യേകതയാർന്നതാക്കുന്നു. ഈ യുദ്ധക്കപ്പലിന്റെ താവളത്തിനും വലിയ തന്ത്ര പ്രാധാന്യതയുണ്ട്. കോല പെൻസിലയിൽ ബാരൻഡസ് കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം റഷ്യയുടെ നോർത്തേൺ ഫ്ലീറ്റിന്റെ ആസ്ഥാനമാണ്. ആർട്ടിക് മേഖലയിലേക്കും വടക്കൻ അറ്റ്ലാന്റിലേക്കുമുള്ള എല്ലാ പ്രധാന നാവിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം ഇവിടെയാണ്. റഷ്യയുടെ നിരവധി ആണവ അന്തർവാഹിനികളും പ്രധാന ഉപരിതല യുദ്ധക്കപ്പലുകളും ഈ തുറമുഖത്താണ് വിന്യസിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ആർട്ടിക് സമുദ്രമേഖല കൂടുതൽ പ്രാധാന്യം നേടുന്ന സാഹചര്യത്തിൽ ഈ താവളത്തിന്റെ തന്ത്രപരമായ മൂല്യവും വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്ക, ബ്രിട്ടൻ, നാറ്റോ രാജ്യങ്ങൾ എന്നിവ ആർട്ടിക് മേഖലയിലും വടക്കൻ അറ്റ്ലാന്റിക്കിലും
നാവിക സാന്നിധ്യം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയും തന്റെ സമുദ്രശക്തി പുനർനിർമ്മിക്കുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകളും ആണവോർജ പ്രൊപ്പോഷൻ അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഒരുമിച്ചെത്തുമ്പോൾ അഡ്മിറൽ നഖീമോവ് റഷ്യയുടെ ബ്ലൂ വാട്ടർ നേവി സ്വപ്നത്തിന്റെ പ്രധാന പ്രതീകമായി മാറുന്നു. അതേസമയം ഈ യുദ്ധക്കപ്പലിന്റെ തിരിച്ചുവരവ് ആഗോള സമുദ്രശക്തി സന്തുലിതാവസ്ഥയിലും പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ലോകത്തിലെ പ്രധാന നാവിക ശക്തികൾ ഇന്ന് വിമാനവാഹിനി കപ്പലുകൾക്കും 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുമ്പോൾ അതിവേഗ മിസൈൽ ആക്രമണശേഷിയുള്ള കനത്ത ആയുധധാരിയായ ഒരു ആണവ യുദ്ധക്കപ്പലിനെ വീണ്ടും രംഗത്തിറക്കുകയാണ് റഷ്യ. ഇതിലൂടെ ഭാവിയിലെ സമുദ്രയുദ്ധങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്ന ചോദ്യത്തിനും പുതിയ മാനങ്ങൾ ലഭിക്കുകയാണ്. ശീതയുദ്ധത്തിന്റെ ഓർമ്മകൾ പേറുന്ന ഒരു പഴയ യുദ്ധക്കപ്പൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകളുമായി വീണ്ടും കടലിലേക്ക് മടങ്ങിയെത്തുകയാണ്. അഡ്മിറൽ നഖീമോവിന്റെ തിരിച്ചുവരവ് റഷ്യയുടെ സൈനിക ശക്തിയുടെ പ്രതീകം മാത്രമല്ല, ലോകസമുദ്രങ്ങളിൽ ശക്തി സന്തുലിതാവസ്ഥയുടെ പുതിയ അധ്യായം ആരംഭിക്കുന്നതിന്റെ സൂചന കൂടിയായിരിക്കാം ഇത്.